ഇഡി പരിശോധനയ്ക്ക് പിന്നാലെ ഫേസ്ബുക്കിൽ മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത പിണറായി വിജയൻ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നടത്തിയ ഇഡി പരിശോധന പൂർത്തിയാക്കി പിണറായിയുടെ വീട്ടിലെ റെയ്ഡിൽ ഒന്നും കിട്ടിയില്ലെന്ന് എഴുതി നൽകി ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി പുതിയ ചിത്രം പോസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് CPM നേതാക്കളും പിണറായിക്കൊപ്പം നിൽക്കുന്നതാണ് ചിത്രം. പിണറായിക്ക് പിന്തുണ അർപ്പിച്ച് പ്രവർത്തകരും പോസ്റ്റിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമായേ കാണുന്നുള്ളൂവെന്നും ഈ തരത്തിലുള്ള നടപടികൾ കൊണ്ട് തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ലെന്നുമാണ് പിണറായി വിജയൻ ഇഡി റെയ്ഡിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇഡി പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൻ സംഘർഷമാണ് ഉണ്ടായത്. ഇഡി ഉദ്യോഗസ്ഥർ കാറിൽ കയറിയ ശേഷം സംഘർഷം കനക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ വാഹനം CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ അടിച്ചു തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. സംഘർഷത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡെന്ന് CPM ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പിണറായിയെ ശാരീരികമായും രാഷ്ട്രീയമായും ഇല്ലായ്മ ചെയ്യാൻ കോൺഗ്രസും BJPയും മാറി മാറി ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് റെയ്ഡ് നടന്നത്. സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ ജീവൻ കൊടുത്ത് പോരാടിയവരാണ് CPIM പ്രവർത്തകർ. സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും. പിണറായി വിജയന് നേരെയുള്ള ഈ കടന്നാക്രമണത്തെ പാർട്ടിക്ക് നേരെയുള്ള ആക്രമണമായാണ് CPIM കാണുന്നതെന്നും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടക്കുമെന്നും CPM വ്യക്തമാക്കി. അതേസമയം ദില്ലിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് CPM നടത്തിയ മാർച്ചിൽ സംഘർഷം നടന്നു. മാർച്ചിന് നേതൃത്വം നൽകിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെതിരെ ഇഡി റെയ്ഡിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഏകാധിപത്യം അനുവദിക്കില്ലെന്ന് നേതാക്കൾ മുദ്രാവാക്യം മുഴക്കി. ബൃന്ദാക്കാരാട്ടടക്കം മറ്റ് നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടെ പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. അറസ്റ്റിനെതിരെ പ്രവർത്തകർ MA ബേബി അടക്കമുള്ള നേതാക്കൾക്ക് കവചമൊരുക്കിയെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണനെ വലിച്ചിഴച്ചാണ് പോലീസ് നീക്കിയത്. മുഴുവൻ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വസതിയിലടക്കം 12 ഇടങ്ങളിലാണ് ഇഡി സംഘം നടത്തിയ റെയ്ഡിനെതിരാണ് CPM വിവിധ ഇടങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായി. റെയ്ഡ് അവസാനിപ്പിച്ച് കാറിൽ മടങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനം CPM പ്രവർത്തകർ ആക്രമിച്ചു. വാഹനത്തിന്റെ ചില്ലിന് നേരെ ഇഷ്ടികയടക്കം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഏജൻസികളെ ആയുധവൽക്കരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയസമീപനമെന്നും വ്യക്തമാക്കുന്നു. ഈ നീക്കത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. പിണറായിയെ വേട്ടയാടുന്നതിൽ BJPക്ക് കോൺഗ്രസിന്റെ സഹായവും സഹകരണവും ഉണ്ടെന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരമായി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ നടപടികൾ എന്നതും ഇതിനൊപ്പം കൂട്ടിവായിക്കണമെന്നും CPM നേതാക്കൾ വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് നേരെ കോൺഗ്രസ് പിന്തുണയോടെ BJPയും കേന്ദ്ര ഏജൻസികളും നടത്തിയ കടന്നാക്രമണങ്ങളും ഇതിന് സമാനമായിരുന്നുവെന്നും CPM ആരോപിച്ചു. പിണറായിയെ ശാരീരികമായും രാഷ്ട്രീയമായും ഇല്ലായ്മ ചെയ്യാൻ കോൺഗ്രസും BJPയും മാറി മാറി ശ്രമിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലം മുതൽ അദ്ദേഹത്തിന് നേർക്ക് നടന്ന എണ്ണിയാലൊടുങ്ങാത്ത രാഷ്ട്രീയ പകപോക്കലുകളുടെ പുതിയ ഏടാണിതെന്നും വ്യക്തമാക്കുന്നു. ആ നീക്കങ്ങളെ തകർത്ത് മുന്നേറിയ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഈ വെല്ലുവിളിയും അതിജീവിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. CMRലുമായി ബന്ധപ്പെട്ട് ഏത് കേസും ഏത് രൂപത്തിൽ വേണമെങ്കിലും അന്വേഷിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ രാഷ്ട്രീയ പ്രേരണയോടെയാണ് നിരന്തരമായ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും ഉന്നത കോടതികളിൽ പോലും വെളിപ്പെട്ടതാണ്. വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയെല്ലാം ഇത് പറഞ്ഞതാണ്. അതേസമയം ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളായ 2 പേർ CMRൽ നിന്നും പണം പറ്റിയെന്ന് ആ കമ്പനി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഇവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.